എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്ന് സുന്ദര ടേസ്റ്റിൽ മീൻ വറുത്താലോ? അത് ഒരു പ്രത്യേക മസാല കൂട്ടിലാണ് ഇതിന്ന് ഇവിടെ വറുക്കുന്നത്. എങ്ങനെയാണ് മസാല തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ബൗളിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, ഒരു 1/4 സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 സ്പൂണ് തരിതരിയായി പൊടിച്ച കുരുമുളക് പൊടി, ഇനി 1 സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച പേസ്റ്റാണ്, 1 സ്പൂൺ വിനാഗിരി. ഇനി ഒരു കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിക്കാം. 1 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് യോജിപ്പിക്കാം, കാരണം എങ്കിലാണ് അത് പാകത്തിന് വെള്ളമായി ആ മസാലയ്ക്ക് ആവുള്ളൂ. 1 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചാണ് ആക്കിയത്. എങ്കിലും മീനെ നമ്മൾ തേക്കുമ്പോൾ അത് പിടിക്കുകയുള്ളൂ. ഉപ്പിടാൻ മറന്നു പോയായിരുന്നു. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മീനെ നമുക്ക് പുരട്ടാം. 1/2 കിലോ മാച്ചാൻ എന്ന് പറഞ്ഞ മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് 1/2 കിലോ 4 എണ്ണമാണ്. അത് നന്നായിട്ടും വെട്ടി കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തതാണിത്. ഇനി മുളക് ഇതിലോട്ട് തേച്ച് നന്നായിട്ട് മുളക് പൊതിഞ്ഞിരിക്കത്തക്ക വേണം നമുക്ക് തേച്ച് പിടിപ്പിച്ച ശേഷം 1/2 മണിക്കൂർ ഫ്രിഡ്ജ് വെക്കാം. മുളകൊക്കെ നന്നായിട്ട് പിടിച്ചതിന് ശേഷം ഇനി പെട്ടെന്ന് വറുത്താലും നല്ലതാണ്. പക്ഷെ ഫ്രിഡ്ജ് വെച്ചിട്ട് വറുത്താൽ എന്താണെന്ന് വെച്ചാൽ മുളകെല്ലാം നന്നായിട്ട് അതേ പൊതിഞ്ഞ് പിടിച്ചിരിക്കും. അപ്പോൾ 4 മീനും ഞാൻ മുളക് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിനകത്തോട്ട് ഒരു 1/2 മണിക്കൂർ ഇരിക്കട്ടെ. 1/2 മണിക്കൂറിന് ശേഷം ഒരു പാനെടുപ്പ് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിലാണ് വയ്ക്കാവുള്ളൂ, അല്ലെങ്കിൽ മീൻ കരിഞ്ഞു പോകും. അപ്പം എണ്ണ ചൂടായതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് മീനെടുത്ത് ഇട്ട് കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനെ മസാല ഉണ്ടാക്കി മീൻ വറുക്കുക. ഏത് മീൻ വേണേലും ഈ മസാലക്കൂട്ടിൽ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിന് ശേഷം 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. അങ്ങനെ ആകെ 10 മിനിറ്റ്. 10 മിനിറ്റിന് ശേഷം നമുക്കിത് മറിച്ചിടാം. മറിച്ചിട്ട് കഴിഞ്ഞ് ഒരു 5 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിലിരുന്ന് നമ്മുടെ മീൻ റെഡിയായി കഴിയും. ഇങ്ങനെ മീനെല്ലാം 4 എണ്ണം ഞാൻ മറിച്ചിട്ട് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് ചുമന്നുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ആ മീനിൻ്റെ ഇടവഴി ഇട്ട് കൊടുത്താൽ മതി. ആദ്യമേ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഇതെല്ലാം കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് മറിച്ചിട്ടതിന് ശേഷം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിലയും നല്ല മൊരിഞ്ഞ് വരുമ്പോൾ അത് എടുത്ത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ, നമുക്കറിയാമല്ലോ. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള മീൻ വറുത്തതാണ് ഇത്. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിരിക്കട്ടെ. 5 മിനിറ്റിന് ശേഷം നമ്മുടെ മീനെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കറിവേപ്പിലെല്ലാം നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല സുന്ദരമായ മീൻ ഇവിടെ റെഡിയായി. എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.